റിവ്യൂ ബോംബിംഗ് അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് റിലീസ് ചെയ്ത് 48 മണിക്കൂറിൽ റിവ്യൂ വേണ്ട എന്ന നിർദ്ദേശവുമായി അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. വ്ളോഗർമാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ നടത്തുന്ന സിനിമാ നിരൂപണങ്ങളെ നിയന്ത്രിക്കുന്നതിനടക്കം 33 പേജുള്ള വിശദമായ റിപ്പോർട്ടാണ് അമിക്കസ് ക്യൂറി ശുപാർശ നൽകിയത്. മലയാളത്തിൽ പുറത്തിറങ്ങുന്ന ചില ചിത്രങ്ങളെ റിവ്യൂ ബോംബിംഗ് നടത്തി തകർക്കുകയാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു. റിവ്യൂ ബോംബിങ്ങിന് തടയിടണം എന്നാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നിർമ്മാതാക്കൾ ഉൾപ്പെടെ റിവ്യൂ ബോംബിംഗ് സിനിമയെ ബാധിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് അമിക്കസ് ക്യൂറിയോട് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചത്. 10ഓളം നിർദ്ദേശങ്ങളുമായാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. റിവ്യൂ ബോംബിങ്ങുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് മാർഗനിർദ്ദേശം പുറത്തിറക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അറിഞ്ഞതിന് ശേഷമേ റിപ്പോർട്ട് നടപ്പിലാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ. സിനിമയുടെ ഉള്ളടക്കം വെളിവാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, വ്യക്തിഗത ആക്രമണങ്ങളും മോശം പരാമർശങ്ങളും നടത്താതിരിക്കുക തുടങ്ങിയ 10ഓളം നിർദ്ദേശങ്ങളാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലുള്ളത്. റിവ്യൂവിൽ പറയുന്ന കാര്യങ്ങളുടെ കൃത്യത വ്ളോഗർമാർ ഉറപ്പാക്കണം എന്നതാണ് മറ്റൊരു നിർദ്ദേശം.